أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين ارتدوا على أدبارهم من بعد ما تبين لهم الهدى الشيطان سول لهم وأملى لهم ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم فكيف إذا توفته الملائكة يضربون وجوههم وأدبارهم ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1750 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഇർതദ്ദൂ അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ അശ്ശൈത്വാനു സവ്വല ലഹും വഅംലാ ലഹും ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم فكيف إذا توفتهم الملائكة يضربون وجوههم وأدبارهم ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم. صدق الله العلي العظيم. സൂറത്ത് മുഹമ്മദിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. യുദ്ധസംബന്ധമായ നിർദ്ദേശം യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവികമായ ചില വെളിപ്പെടുത്തലുകൾ ഒക്കെ ലഭ്യമായ സന്ദർഭത്തിൽ മനസ്സിൽ വിശ്വാസപരമായ ചാഞ്ചല്യം നേരിട്ടുകൊണ്ടിരുന്ന ആളുകൾ കാണിച്ച ദൃഢചിത്തതയില്ലാത്തതിന്റെ ലക്ഷണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അല്ലാഹു ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ മുസ്ലിങ്ങൾ മദീനയിലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ശത്രുക്കളുമായി പോരാടാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു സൂറത്ത് അവതരിക്കാത്തത് എന്ന് പരസ്പരം ചോദിക്കാറുണ്ടായിരുന്ന കാര്യം അല്ലാഹു പരാമർശിക്കുകയുണ്ടായി. എന്നാൽ മുഹക്കമത്തായ ഒരു സൂറത്ത്, വ്യക്തമായ
വെളിപ്പെടുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിക്കപ്പെടുകയും അതില് യുദ്ധത്തെ പരാമർശിക്കപ്പെടുകയും ചെയ്തപ്പോ ഹൃദയത്തില് രോഗബാധയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ മരണവെപ്രാളത്തിൽ അകപ്പെട്ട ഒരാളുടെ നോട്ടമാണ് നോക്കുന്നത്. അക്കാര്യമാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അവര് മരണഭയം വന്ന് മൂടിയ അവസ്ഥയിലുള്ള ഒരു കണ്ണു തുറിച്ചുകൊണ്ടുള്ള നോട്ടമാണ് അവർ നോക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വളരെ പരിതാപകരമായ അവരുടെ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഏറ്റവും ഉത്തമമായിരുന്നത് അനുസരണം കാണിക്കുകയും നല്ല കാര്യം, നല്ല വാക്ക് പറയുകയും ചെയ്യുകയായിരുന്നു എന്നാണ് അള്ളാഹു തുടർന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് അവർ നിലകൊള്ളുകയാണെങ്കിൽ അതാകുമായിരുന്നു അവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു നിലപാട്. ഇനി അവര് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ എന്തൊരവസ്ഥയിലേക്കാണ് അവർ പിന്തിരിഞ്ഞു പോകുന്നത് എന്നും അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ബന്ധങ്ങളൊക്കെ മുറിച്ചു കളയുകയും കഴുത്തറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാടിലേക്കും ജാഹിലിയത്തിന്റെ തികഞ്ഞ അരാജകത്വത്തിലേക്കുമാണ് അവര് അള്ളാഹുവിന്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ കേൾവിയും കാഴ്ചയും വരെ നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അവര് പ്രപഞ്ചനാഥൻ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള അവന്റെ ആയാത്തുകളെ കുറിച്ച് വേണ്ട വിധത്തില് ആലോചന കാണിക്കാത്ത ആളുകളാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് കൂട്ടിട്ട പോലെയാണ് ഉള്ളത് എന്നതാണ് അള്ളാഹു തുടർന്ന് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ സംക്ഷിപ്തമായിട്ടൊന്ന് വിവരിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ അള്ളാഹു കൂടുതൽ വ്യക്തതയോടുകൂടി പറയുകയാണ്. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരി, തങ്ങളുടെ പിന്നാമ്പുറത്തേക്കായിട്ട് പിന്തിരിഞ്ഞു പൊയ്ക്കളയുന്ന ആളുകൾ, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ദൈവിക മാർഗദർശനം അവർക്ക് വ്യക്തമായതിനു ശേഷം. ഇവിടെ വിശേഷിച്ച് യുദ്ധ സംബന്ധിയായ ഒരു കാര്യമാണ് പറയുന്നത്. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ സങ്കീർണതയുടെ അവസ്ഥയിൽ ശത്രുക്കളുമായി ഏത് വിധത്തിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവർ നടത്തേണ്ടത് എന്ന വിധത്തിൽ കാര്യങ്ങളെ അള്ളാഹു മാർഗദർശനം നൽകുക എന്ന നിലക്ക് തന്നെ വിശദമാക്കിയ അവസ്ഥയിൽ കാര്യങ്ങൾ അത്രയും വ്യക്തതയോടെയും തെളിമയോടെയും ഒക്കെ അള്ളാഹു വിശദീകരിച്ച ആ ഒരു സന്ദർഭത്തിലും പുറകോട്ട് പിന്തിരിഞ്ഞു പൊയ്ക്കളയുന്ന ആളുകൾ, അശ്ശൈത്വാനു സവ്വലലഹും, യഥാർത്ഥത്തിൽ പിശാചാണ് അവർക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനെ ആകർഷകമാക്കി കൊടുത്തിട്ടുള്ളത്. പിന്തിരിഞ്ഞോടാൻ അവരെ പ്രേരിപ്പിക്കുന്നത് യുദ്ധത്തിന് ധീരമായി മുന്നോട്ട് വരുന്നതിന് പകരം എല്ലാം ഇട്ടെറിഞ്ഞ് പിന്തിരിഞ്ഞ് പൊയ്ക്കളയാനുള്ള പ്രേരണ അവരിൽ ഉണ്ടാക്കുന്നത്, അതിനെ അങ്ങനെ ഒരു ഭീരുത്വം കാണിച്ചുകൊണ്ട് രംഗം വിടാനുള്ള
ഒരു നിലപാട്, ആ ഒരു കാര്യം അവർക്ക് ആകർഷകമായി കാണിച്ചു കൊടുക്കുന്നത് പിശാചാണ്. അശ്ശൈത്വാനു സവ്വലലഹും, പിശാചാണ് അതിന് അവർക്ക് സീനത്തുള്ളതായി ആകർഷകമായി കാണിക്കുന്നത്. സവ്വല ലഹും എന്ന് പറഞ്ഞാൽ സയ്യന ലഹും എന്നാണ് അർത്ഥം. അതിനെ സീനത്തുള്ളതായി ആകർഷകമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് പിശാച്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ യുദ്ധത്തിന് പോരാട്ടത്തിന് നിൽക്കാതിരിക്കുകയാണ് നല്ലത്, അതിനൊന്നും മുതിരണ്ട, അതിലൊന്നും പോയി ചെന്ന് ചാടണ്ട എന്ന നിലക്ക് ജീവിതത്തെ, എന്ന് പറഞ്ഞാൽ മരണം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ ജീവിതത്തിലേക്കാണല്ലോ അവരുടെ ഓട്ടം. അങ്ങനെ ഓടുന്നവർക്ക് ജീവിതം വളരെ ആകർഷകമായി കമനീയമായി പിശാച് കാണിച്ചു കൊടുക്കുകയാണ്. അശ്ശൈത്വാനു സവ്വലലഹും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനും ജീവൻ കളയാനൊന്നും നിൽക്കണ്ട, ജീവിതം ഇനിയും നീണ്ടു കിടക്കുന്നതാണ്, അത് ആകർഷകമാണ് എന്ന വിധത്തിൽ ജീവിതത്തിലേക്ക് അവരെ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ യുദ്ധരംഗം വിട്ടോടാൻ അവരെ പ്രേരിപ്പിക്കുന്ന, ആ വിധത്തില് ഐഹിക പ്രമത്തത അവരിൽ ഉണ്ടാക്കുന്നത്, ആ വിധത്തില് പിശാച് അവർക്ക് അതിനെ ആകർഷകമായി കാണിച്ചു കൊടുക്കുകയാണ്. വ അംലാലഹും, മാത്രവുമല്ല അവർക്ക് വലിയ പ്രതീക്ഷകളും വലിയ അമലും നൽകുകയാണ് പിശാച്. ആ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അത് ദീർഘമായിട്ട് നീണ്ടു കിടക്കുന്നതാണ്, അതിന് വലിയ സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള നിലക്ക് ജീവിതത്തെ വളരെ കമനീയമായി ആകർഷകമായി പ്രതീക്ഷാ നിർഭരമായ ഒരു സംഗതിയായി പിശാച് അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അശ്ശൈത്വാനും സവ്വലലഹും. അപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ നിർദ്ദേശം ഉണ്ടായപ്പോൾ അതിന് സന്നദ്ധത കാണിക്കുന്നതിന് പകരം അത്തരം സാധ്യതകളുള്ളിടത്ത് നിന്ന് പിന്തിരിഞ്ഞു പൊയ്ക്കളയുക എന്നത്, അതും ദൈവികമായി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടതിന് ശേഷം ശരിയായ നിലപാട് എന്താണ് എന്നത് ദൈവികമായി വ്യക്തമാക്കപ്പെട്ടതിന് ശേഷം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ഈ വിഷയത്തിൽ ദൈവിക മാർഗദർശനം എന്താണ് എന്നത് അവർക്ക് വ്യക്തമായതിന് ശേഷമാണ് അവർ പിന്തിരിഞ്ഞു പോകാൻ മുതിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തില് അശ്ശൈത്വാനു സവ്വലലഹും, പിശാച് അവർക്ക് വളരെ ആകർഷകമായി തോന്നിപ്പിക്കുകയാണ്. അവരുടെ മനസ്സ് എങ്ങോട്ടാണോ ചാഞ്ഞു നിൽക്കുന്നത് ആ സംഗതിയാണ് ശരി എന്ന് പിശാച് അവരെ തോന്നിപ്പിക്കുകയാണ്, അത് അവർക്ക് ആകർഷകമായി കാണിക്കുകയാണ്. വ അംലാലഹും, ആ ഒരു ചായ്വിന്, മനസ്സിന്റെ ആ ചായ്വിന് വലിയ മോഹനമായ പ്രതീക്ഷകളും അള്ളാഹു മോഹനമായ പ്രതീക്ഷകളും നൽകുന്നതായിട്ട് പിശാച് അവരെ തോന്നിപ്പിക്കുകയാണ്. അപ്പൊ ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്യാനും വലിയ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്താനും അതിൽ ഒരുതരം അഭിരമിക്കൽ അനുഭവിക്കാനും ഒക്കെ പിശാച് അവരെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അവന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷ്യമാവാം, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന വിധത്തിലുള്ള ജീവത്യാഗമാവാം, അങ്ങനെ പല സംഗതികളും ആവാൻ ഇടയുണ്ട്. ജീവിതം എന്താണ് എന്നത് ദൈവിക വചനങ്ങളിലൂടെ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിലഷണീയമായത് അള്ളാഹുവിന്റെ മാർഗത്തില് സ്വയം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നതായിരിക്കും. പക്ഷെ ഈ ഭൗതിക ജീവിതത്തിന്റെ ജഡിക താല്പര്യങ്ങൾ മനുഷ്യനിൽ ഉണർത്തിക്കൊണ്ട് ജീവിതത്തോട് അങ്ങ് അള്ളിപിടിച്ച് നിൽക്കാനാണ് പിശാച് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഭൂമുഖത്ത് ഒരു വലിയ ധാർമ്മിക വിപ്ലവം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിലൂടെ ഒരു മൂല്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെയും അനുയായികളുടെയും പരിശ്രമം, ആ പരിശ്രമത്തെ വില കുറഞ്ഞതായിട്ട് കാണുവാനും അതിൽ പങ്കാളികളാവാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ പിശാചിന്റെ പ്രേരണയിൽ അകപ്പെടുന്ന ആളുകൾ പ്രേരിപ്പിക്കപ്പെടുന്നത്.
അപ്പോ അങ്ങനെ അവരെ പ്രേരിപ്പിക്കുന്നത് അശ്ശൈത്വാനു സവ്വലലഹും, പിശാച് അവരെ ഈ വിധത്തില് അത് ആകർഷകമായി അവരുടെ നിലപാട് വളരെ സീനത്തുള്ളതായി കാണിക്കുകയാണ്. അംലാലഹും, അങ്ങനെയുള്ള നിലപാടിൽ വലിയ പ്രതീക്ഷ നൽകുന്ന വിധത്തിലുമാണ് പിശാച് അവരെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആളുകൾ, അവന്റെ ആദർശപാതയിൽ നിലകൊള്ളാൻ തീരുമാനിച്ച ആളുകൾ, ഇങ്ങനെ ദൈവിക നിർദ്ദേശം ഉണ്ടായപ്പോ അത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ സന്നദ്ധരാകുന്നതിന് പകരം പിന്തിരിഞ്ഞോടാൻ മുതിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ദാലിക ബിഅന്നഹും, അതിന് കാരണം അവര് ഖാലൂ ലില്ലദീന കരിഹു മാ നസ്സലല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുക്കുന്ന ചില ആളുകൾ അവരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത്തരം ആളുകളോട് എന്ന് പറഞ്ഞാൽ ദൈവിക മാർഗദർശനത്തിനെ ഇഷ്ടപ്പെടാതെ അതിനോട് വെറുപ്പ് കാണിച്ച ആളുകളോട് ഇവര് സ്വകാര്യമായി ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം ഇതാണ്: സനുതിയഉക്കും ഫീ ബഅദിൽ അംർ, ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളെയാണ് കേട്ടോ അനുസരിക്കുക, നിങ്ങളെ ഞങ്ങൾ പിന്തുണക്കും. ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലൊന്നും ഇപ്പൊ നമ്മള് മുഹമ്മദിനോടൊപ്പം ഉണ്ടാവില്ല. നമ്മൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലൊക്കെ തന്നെയാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഒന്നും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവില്ല. ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെയാണ് അനുസരിക്കുക എന്നാണ് അവര് രഹസ്യമായി അള്ളാഹുവിന്റെ ഈ മാർഗദർശനത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അതിനോട് വെറുപ്പ് കാണിച്ച ആളുകളോട് ഇവര് രഹസ്യമായി പറയുകയുണ്ടായത് അതാണ്. എന്ന് പറഞ്ഞ കുഫാറുകളോട്, അതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സന്നദ്ധരാവാതെ നിന്ന അഹ്ലുൽ കിതാബിനോട് ഒക്കെ ഈ ആളുകള് രഹസ്യമായി ബന്ധം സ്ഥാപിക്കുകയും എന്നിട്ട് അവരുടെ ചങ്ങാത്തം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ മൂല്യവത്താണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് അവരോട് സംസാരിക്കുകയും ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ ദൗർബല്യമുള്ള, മനസ്സിൽ കാപട്യം കൊണ്ട് നടക്കുന്ന ആളുകൾ, അവര് മുസ്ലിങ്ങളായിട്ടാണ്, വിശ്വാസികളായിട്ടാണ് അറിയപ്പെടുന്നത്, ആ സംഘത്തിന്റെ ഭാഗമായിട്ടാണ് അവരുള്ളത്. പക്ഷെ അവർക്ക് പല ഘട്ടങ്ങളിലും പല ജീവിത വ്യവഹാരങ്ങളുടെയും ഇടക്ക് ഈ കുഫാറുകളുമായിട്ടും അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുമായിട്ടും ഒക്കെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങള് ഊഷ്മളമാക്കുന്ന വിധത്തിൽ അവര് ആ ആളുകളോട് ഇങ്ങനെ പറയുമായിരുന്നു: ഞങ്ങൾ എല്ലാ കാര്യത്തിലൊന്നും ഇപ്പൊ മുഹമ്മദിന്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല, ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങളെയാണ് പിന്തുണക്കുന്നത്, നിങ്ങളെയാണ് ഞങ്ങൾ അനുസരിക്കുക എന്ന് അവര് പറയുമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നതിനാലാണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിപ്പോ പിശാചിന് വഴിപ്പെട്ടതായി മാറിയിട്ടുള്ളത്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ അവര് മാനസികമായി ഒരുക്കമുള്ളവരായി മാറിയിട്ടുള്ളത്. സനുതിയക്കും ഫീ ബഅദിൽ അംർ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിന്റെ ഫലമായി വല്ലാഹു യഅലമു ഇസ്റാറഹും, അവരുടെ രഹസ്യങ്ങളൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അപ്പോ അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ദൈവിക മാർഗദർശനം വളരെ തെളിമയിൽ വ്യക്തമാക്കപ്പെട്ടതിന് ശേഷവും ഇങ്ങനെ ദൈവിക കൽപ്പനകൾ ശിരസ വഹിക്കാൻ കൂട്ടാക്കാതെ പിന്തിരിഞ്ഞോടുന്ന ആളുകൾ, അവരുടെ കാര്യത്തിൽ അശ്ശൈത്വാനു സവ്വലലഹും, അള്ളാഹു അവർക്കത് അവര് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അവര് സ്വീകരിച്ചിരിക്കുന്ന ആ നടപടി, അത് വളരെ ആകർഷകമായിട്ട് പിശാച് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് വളരെ സീനത്തുള്ളതായിട്ടാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് വലിയ പ്രതീക്ഷയും നൽകിയിരിക്കുകയാണ്. ജീവിതം വളരെ പ്രതീക്ഷാ നിർഭരമാണ്, ഒരു കാരണവശാലും ജീവിതം നഷ്ടപ്പെടുത്തുന്ന, ജീവൻ ത്യജിക്കുന്ന ഒരു സംഗതിയിലേക്ക് നീങ്ങരുത് എന്ന വിധത്തിലാണ് പിശാച് അവർക്ക് പ്രേരണ നൽകുന്നത്. ഇങ്ങനെ പിശാചിന്റെ പിടിയിലായി
മാറാൻ ഇവർക്ക് സാഹചര്യം ഒരുങ്ങിയതിനൊരു കാരണമുണ്ട്. അത് ദാലിക ബി അന്നഹും ഖാലൂ ലില്ലദീന കരിഹു മാ നസ്സലല്ലാഹ്. അള്ളാഹു അവതരിപ്പിച്ച ഈ ദൈവിക മാർഗദർശനത്തെ ഇഷ്ടപ്പെടാതിരുന്ന ആളുകൾ, അതിനെ വെറുപ്പോടുകൂടി നോക്കിക്കണ്ട ആളുകൾ, അവരോട് ഇവർ ഇങ്ങനെ പറയുമായിരുന്നു രഹസ്യമായിട്ട്. അതുകൊണ്ടാണ് പിശാചിന്റെ ഈ സ്വാധീനത്തിൽ അവർ അകപ്പെടുകയുണ്ടായത്. സനുതിയഴുക്കും ഫീ ബഅദിൽ അംർ, ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങളെയാണ് അനുസരിക്കുക എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായ ദൈവിക മാർഗദർശനത്തെ വെറുപ്പോടുകൂടി നോക്കിക്കണ്ടിരുന്ന കുഫാറുകളോട് ഈ ആളുകൾ, ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകൾ രഹസ്യമായിട്ട് പറയുമായിരുന്നു. അത് കാരണമായിട്ടാണ് അവരുടെ മനസ്സിലെ രോഗം അങ്ങനെ മൂർച്ഛിച്ച് അത് വലിയ കാപട്യമായി മാറിയത്. തുടക്കത്തിലൊക്കെ അത് അവര് ഒരു ദൃഢചിത്തതയില്ലായ്ക മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് വലിയ ആഴത്തിലുള്ള കാപട്യമായി തന്നെ പരിണമിക്കുകയാണ്. അങ്ങനെ പിശാചിന്റെ പ്രേരണയിൽ അവര് അകപ്പെടുകയും ചെയ്യുകയാണ്. എന്റെ കാരണം അവര് അള്ളാഹുവിന്റെ മാർഗദർശനത്തെ വെറുപ്പോടുകൂടി നോക്കിക്കണ്ട ആളുകളോട് സനുതിയഴുക്കും ഫീ ബഅദിൽ അംർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളെയാണ് അനുസരിക്കുക എന്നൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ അവര് പിശാചിന്റെ വലയിൽ പെട്ടിരിക്കുന്നത്. വല്ലാഹു യഅലമു ഇസ്റാറഹും, എന്നാൽ അവരുടെ സിറുകൾ, അവരുടെ രഹസ്യങ്ങളൊക്കെയും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായികതു. ഇനിയൊന്ന് ഓർത്തു നോക്കൂ, ഈ ആളുകളെ, ഇങ്ങനെ പിന്തിരിഞ്ഞോടുന്ന, മനസ്സിൽ കാപട്യം പേറുന്ന, അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് രഹസ്യമായ പല ധാരണകളിലും എത്തിച്ചേർന്നിട്ടുള്ള ഈ ആളുകൾ, ഈ കപടന്മാരെ ഇദാ തവഫത്തുഹുമുൽ മലായികതു, മാലാഖമാര് മരണവേളയിൽ അവരെ പിടികൂടുമ്പോൾ, അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ, എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, എങ്ങനെയാണ് മലക്കുകൾ അവരെ പിടികൂടാൻ പോകുന്നത്? അവരുടെ മുഖത്തും മുതുകിലും ഒക്കെ പ്രഹരിച്ചുകൊണ്ടാണ് മലക്കുകൾ അവരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ നല്ല ശാരീരികമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തന്നെ ആത്മാക്കളെ മലക്കുകൾ പിടികൂടുകയാണ് ഇത്തരം ആളുകളുടെ. എന്തായിരിക്കും അവരുടെ ആ ഘട്ടത്തിലുള്ള അവസ്ഥ എന്നാണ് അള്ളാഹു ഒരു കാര്യങ്ങളെ ഒന്ന് ഫോർഷാഡോ ചെയ്ത് നേരത്തെ തന്നെ ഒരു രൂപമായി കാണിച്ചുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത്. ഈ ആളുകൾ മരണത്തിന്റെ പിടിയിൽ അമരുമ്പോൾ അവരുടെ മുഖത്തും മുതുകിലുമായി, അവരുടെ മുഖത്തും മുന്നിലും പിന്നിലുമായി മലക്കുകൾ അവരെ പ്രഹരിക്കുകയാണ്. മലക്കുകൾ അവരെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ശാരീരികമായ വേദന തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ആത്മാക്കളെ പിടികൂടുന്നത്. അങ്ങനെ മലക്കുകൾ അവരുടെ ആത്മാക്കളെ പിടികൂടുന്ന ആ മരണരംഗം ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടാകും എന്നാണ് അള്ളാഹു അതിന്റെ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കുന്നത്. ഈ ആളുകള് ഇങ്ങനെ പിന്തിരിഞ്ഞോടാൻ, ശത്രുക്കളുമായി രഹസ്യധാരണയിലെത്താൻ ഒക്കെ മുതിരുകയാണല്ലോ. എന്നാൽ ഈ ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്ന ഈ ഭൗതിക ലോകത്ത് തന്നെ വെച്ചുള്ള അന്തിമ പരിണതി എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ മരണം ഭീകരമായ ഒരു അനുഭവമായിരിക്കും. അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗങ്ങളിലുമൊക്കെ, അവരുടെ ദുബുറിലുമൊക്കെ പ്രഹരിച്ചുകൊണ്ടാണ് മലക്കുകൾ അവരുടെ ആത്മാക്കളെ പിടികൂടുക. ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായികതു, മലക്കുകൾ അവരുടെ ആത്മാക്കളെ പിടികൂടുന്ന ആ സന്ദർഭം എങ്ങനെ ഉണ്ടാകും? യദ്രിബൂന വുജൂഹഹും, അവരുടെ മുഖത്ത് മലക്കുകൾ അവരെ പ്രഹരിക്കുന്നുണ്ട്. വഅദ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിലും അവരെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കഠിനമായി പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഈ ആളുകളെ വളരെ നിർദ്ധയമായ പരുഷമായ വിധത്തിൽ അവരുടെ ആത്മാക്കളെ പിടികൂടുന്ന ആ രംഗം എങ്ങനെ അനുഭവപ്പെടും എന്നതാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഈ ആളുകൾ ഭൗതിക ലോകത്ത് ഇങ്ങനെ വലിയ നിഗളിപ്പൊക്കെ കാണിച്ച് ശത്രുക്കളുമായി രഹസ്യധാരണയിലെത്തുകയും
അവര് വലിയ സമർത്ഥന്മാരാണ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി തെന്നി മാറി രക്ഷപ്പെടുകയാണ്. വലിയ സാമർഥ്യമാണ് അവർ കാണിക്കുന്നത് എന്നാണ് അവർ സങ്കല്പിക്കുന്നത്. എന്നാൽ അവരെ കാത്തിരിക്കുന്ന അവസ്ഥ, ഈ മലക്കുകൾ അവരുടെ ജീവൻ പിടികൂടുമ്പോൾ മുഖത്തും പിൻഭാഗത്തും ഒക്കെ പ്രഹരിക്കുന്ന വിധത്തിലാണ് അവരുടെ ജീവൻ ഏറ്റുവാങ്ങുന്നുണ്ടാവുക എന്നാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്. അതിന് കാരണം അവര് അള്ളാഹു കോപിച്ച മാർഗം പിൻപറ്റിയ ആളുകളായതുകൊണ്ടാണ്. ഏതൊരു സംഗതിയുടെ കാര്യത്തിലാണോ അള്ളാഹു കോപം കാണിച്ചിട്ടുള്ളത്, അവന്റെ സഹത്ത് റളബ് കാണിച്ചിട്ടുള്ളത്, ആ മാർഗമാണ് അവർ വലിയ തൃപ്തിയിൽ പിൻപറ്റുന്നത്. അത് കാപ്പട്യവും സത്യനിഷേധവും ഒക്കെയാണ്. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന നടപടിയാണ്, അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ദൈവിക മാർഗദർശനത്തിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ റളബ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരം മാർഗങ്ങളെ അവരിഷ്ടപ്പെട്ടു. എന്നിട്ടോ അവര് വെറുത്തത് എന്തിനെയാണ്? വകരിഹൂരിളുവാനഹു, അള്ളാഹുവിന്റെ തൃപ്തിയുടെ മാർഗമാണ് അവര് വെറുക്കുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ സന്മാർഗം അവര് വെറുപ്പോടുകൂടി നോക്കി കണ്ടു. എല്ലാവിധ ദുർമാർഗങ്ങളും, അതാണല്ലോ അള്ളാന്റെ വെറുപ്പ് ഉണ്ടാക്കുന്ന സംഗതി, അള്ളാന്റെ ദേഷ്യം ജനിപ്പിക്കുന്ന കാര്യം. അതിനെ അവര് തൃപ്തിയോടെ പിന്തുടരുകയും ചെയ്തു. ഇത് കാരണമായിട്ടാണ് ഇപ്പോ അവർക്ക് ഈ ദുർഗതി വന്നിരിക്കുന്നത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഅഹ്ബത അഅ്മാലഹും, അതിന്റെ ഫലം എന്താണ്? അവരുടെ കർമ്മങ്ങളൊക്കെയും തന്നെ ഇത് കാരണമായി പാഴായിപ്പോയി, അതൊക്കെ നഷ്ടമായിപ്പോയി. ഇവിടെ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ആളുകള് പിന്നിട്ട വർഷങ്ങളിലൊക്കെയും ദീർഘമായൊരു കാലം ഒരു പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സത്യമതത്തിന്റെ ആളുകളായി നിലകൊള്ളുകയും ആ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അവരുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള സംഗതികളൊക്കെയും അവര് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെയും അവർക്ക് ഈ പിശാചിന് വഴിപ്പെട്ടതിന്റെ ഫലമായിട്ട് പാഴായി പോവുകയാണ്. അതൊന്നും അവർക്ക് പ്രയോജനം ചെയ്യൂല. ഐഹിക ലോകത്തും പ്രയോജനം ചെയ്യൂല, അതുപോലെ പാരത്രിക ലോകത്തും പ്രയോജനം ചെയ്യുകയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പ്രത്യേക വിഷയത്തിലാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് ശത്രുക്കളുമായി പോരാടേണ്ടി വരുന്ന വിഷയത്തിൽ ഇടക്ക് വെച്ച് ഭൗതിക താല്പര്യങ്ങൾ കാരണമായി ശത്രുക്കളുമായി രഹസ്യമായ ധാരണ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ സഹായിക്കുക. ഇസ്ലാമിന്റെ പക്ഷത്തിന് ക്ഷതമേൽക്കുന്ന വിധത്തില്, ഇസ്ലാമിന്റെ പക്ഷത്തിന് അള്ളാഹുവിന്റെ മാർഗത്തില് അള്ളാഹുവിന്റെ മാർഗം അവലംബിക്കുന്ന ആളുകൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന വിധത്തില് ചില ബന്ധങ്ങളൊക്കെ ശത്രുക്കളുമായി സ്ഥാപിക്കുകയും അവരുമായി ചില ധാരണകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. ആ ഒരു എക്സ്റ്റെൻഡോളം പോകുന്ന കാപട്യത്തെയാണ് അള്ളാഹു ഇവിടെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും തുറന്നു കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു വിഷയം നമ്മുടെ കാലഘട്ടത്തിലെ വിഷയങ്ങളുമായി, സാഹചര്യങ്ങളുമായി ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പക്ഷമാണ് ശരിയോടൊപ്പം നിൽക്കുന്നത് എന്നത് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. മധ്യ പൗരസ്ത്യ ഭൂപ്രദേശത്തെ പ്രക്ഷുബ്ധമാക്കിയ പല സംഭവങ്ങളും സമീപകാലത്ത് അരങ്ങേറുകയുണ്ടായി. ഈ സന്ദർഭങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഏതൊക്കെ നേതാക്കന്മാരും ഭരണാധികാരികളും സമൂഹങ്ങളും ഒക്കെയാണ് സത്യത്തിനോടൊപ്പം നിലകൊണ്ടത്, ആരൊക്കെയാണ് ശത്രുക്കളെ സഹായിക്കുന്ന വിധത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നത് നമുക്ക് നമ്മുടെ സമകാലിക സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ശത്രുപക്ഷത്തിന് ഗുണമുണ്ടാകുന്ന വിധത്തില് ഭൗതിക താല്പര്യങ്ങൾ കാരണമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവര് പിശാചിന്റെ വലയിലാണ്. അവര്
അവരുടെ നടപടികളൊക്കെ ആകർഷകമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് പിശാചാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ മോഹനമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പിശാച് നൽകിയിട്ടുള്ളത്. എന്നാൽ അതൊന്നും അവർക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോ സനുത്തിയോക്കും ഫി ബഅദിൽ അംർ എന്ന് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങളെയാണ് അനുസരിക്കുക എന്ന് ഈ മുനാഫിക്കുകള് സത്യനിഷേധികളുടെ നേതാക്കന്മാരോടൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇതേപോലെ ശത്രുപക്ഷത്തോട് അങ്ങനെ പറയുന്ന പല നേതാക്കന്മാരും പല ഭരണാധികാരികളും പല സമൂഹങ്ങളും നമ്മളുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഈ പിന്നിട്ട 2-3 മാസങ്ങൾക്കുള്ളിൽ അരങ്ങേറിയ മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്തെ യുദ്ധ പശ്ചാത്തലം. ഈ യുദ്ധ പശ്ചാത്തലത്തിൽ നമുക്ക് ശത്രുവിനോട് കരാറിൽ ഏർപ്പെടുക, രഹസ്യമായ ധാരണയിലെത്തുക, എന്നിട്ട് ഇസ്ലാമിന്റെ പക്ഷത്തിനെ, നീതിയുടെ പക്ഷത്തിനെ, ധർമ്മത്തിന്റെ പക്ഷത്തിനെ അല്ലെങ്കിൽ മർദ്ദിതരുടെ പക്ഷത്തിനെ ചതി ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തില്, ലോക ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷത്തിൽ തന്നെ അവരുടെ നിലപാടുകൾ. തീർച്ചയായിട്ടും അവര് ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഭൗതിക ജീവിത സൗകര്യങ്ങളും സുഖക്ഷേമവുമാണ്. ഞങ്ങളെ ബാധിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ജീവിതം ആകെ അടിമേൽ മറിയുന്ന കാര്യമാണ്, അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല എന്ന വിധത്തിലാണ് തങ്ങളുടെ ഇടം സുരക്ഷിതമാക്കി വെക്കുക, എന്നിട്ട് അതിന്റെ ക്ഷേമ ആസ്വാദനത്തിൽ കഴിയുക എന്നതാണ് ഈ ആളുകൾ ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടി ശത്രുക്കളോട് വരെ രഹസ്യമായ ധാരണയിൽ എത്തുന്നു എന്നതാണ് ഈ നേതാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ കാണിക്കുന്ന അവരുടെ നിലപാട്. ഇതേ നിലപാട് സ്വീകരിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുന്നത് നമ്മൾ കണ്ടല്ലോ. പറഞ്ഞിട്ടുള്ള കാര്യം അശ്ശൈത്വാനു സവ്വലലഹും വ അംലാലഹും എന്നാണ്. പിശാചാണ് അവർക്കിത് ആകർഷകമായി കാണിച്ചു കൊടുക്കുന്നത്, അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതും വലിയ സ്വപ്നങ്ങൾ നെയ്തു കൊടുക്കുന്നതും ഒക്കെ പിശാചാണ് എന്നാണ് ഇവിടെ അള്ളാഹു അവരെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ അവര് മൂടി വെക്കുന്ന സകല രഹസ്യങ്ങളും അള്ളാഹുവിനറിയാം. വല്ലാഹു യഅലമു ഇസ്റാറഹും. അവരെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന രഹസ്യങ്ങളൊന്നും തന്നെ മറ്റുള്ളവർ അറിയുന്നില്ല എന്ന് അവര് കരുതുന്നുണ്ടാവും. പക്ഷെ അള്ളാഹു ഇതൊക്കെയും സൂക്ഷ്മമായിട്ട് അവരുടെ രഹസ്യങ്ങളൊക്കെയും അറിയുന്നുണ്ട്. അത് ഭൗതിക ലോകത്ത് തന്നെ അതിന്റെ തിരിച്ചടി അവരെ ഏറ്റുവാങ്ങേണ്ടി വരും. ഇവിടെ പറയുന്നത് മരണവേളയിൽ മലായികത്തുകൾ അവരുടെ ആത്മാക്കളെ പിടികൂടുന്ന ഘട്ടത്തില് മുഖത്തും പിൻഭാഗത്തുമൊക്കെ പ്രഹരിച്ചുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ വളരെ പരുഷമായ വിധത്തിലാണ് അവരുടെ ആത്മാക്കളെ പിടികൂടുക എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ചെന്ന് ചാടാൻ കാരണം അള്ളാഹു ഏതൊരു സംഗതിയോടാണ് കോപം കാണിച്ചിട്ടുള്ളത് ആ സംഗതിയെ ഇവർക്ക് വലിയ തൃപ്തിയാവുക, അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമെന്ന് അവരെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളോട് അവർക്ക് വെറുപ്പും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ അവര് വേണ്ട വിധത്തില് ഇഷ്ടപ്പെടുന്നില്ല. കുഫറിനെയും ഷിർക്കിനെയും നിഫാഖിനെയും ഒക്കെ അവര് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം. ഇതിന് അപ്പോ ദാലിക ബിഅന്നഹും മുത്തബഉ മാ അസ്ഖത്തല്ലാഹ വ കരിഹു റിദ്വാനഹു. അള്ളാഹുവിന്റെ കോപം ഉളവാക്കിയ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം സൃഷ്ടിച്ച തരം കാര്യങ്ങൾ, ഏതൊരു കാര്യത്തിലാണോ അള്ളാഹു കോപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നവരായി, അതുപോലെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോട് അവർ വെറുപ്പുമുള്ളവരായി. അങ്ങനെയാണ് അവരുടെ കർമ്മങ്ങളൊക്കെയും പാഴായി പോയിരിക്കുന്നത്. ഫഅഹ്ബത അഅ്മാലഹും. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്ന സ്ഥിതിക്ക് അവരുടെ പൂർവകാലത്ത് അവർ ചെയ്ത കർമ്മങ്ങളൊന്നും തന്നെ അവർക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല, അതൊക്കെ ബാത്തിലായി പോയി.
അഹ്ബത്ത അഅ്മാലും, അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ അമലുകളും മുസ്ലിങ്ങൾ എന്ന നിലക്ക്, സത്യമാർഗം പിൻപറ്റുന്ന ആളുകൾ എന്ന നിലക്ക് അവർ അനുഷ്ഠിച്ചിരുന്ന സകല സംഗതികളും ഫലശൂന്യമായി പോയി, അവർക്കത് പ്രയോജനം ലഭിക്കാത്തതായി മാറി എന്നാണ് അള്ളാഹുവിടെ തുടർന്ന് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് മുഹമ്മദിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.